രാഹുൽ ഗാന്ധി ഇപ്പോഴും കേരളത്തിലുണ്ട്. കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയെയും ഒക്കെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കടന്നാക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കടന്നാക്രമണം നടത്തുമ്പോൾ കേരളം ഒറ്റക്കെട്ടായിട്ട് ചോദിച്ചു, അത് കക്ഷിയൊന്നും വ്യത്യാസമില്ലാണ്ട് ചോദിച്ചു. കോൺഗ്രസ് 100 വീട്, രാഹുൽ ഗാന്ധി 100 വീട്, യൂത്ത് കോൺഗ്രസ് 100 വീട്, 30 വീട്, അങ്ങനെ 230 വീട്. ഇത്രയും വീട് ഞങ്ങൾ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി നിർമ്മിച്ച് കൊടുക്കാൻ പോവാണ് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞു. ഇതിൻ്റെ പണം അവർ പ്രത്യേക ആപ്പ് വഴി പിരിച്ചു. ആ പിരിച്ച പണം ഇവിടെ എന്ന ചോദ്യത്തിന് ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. ആദ്യം ഒരു ഘട്ടത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡൻറ്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ ആ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. എങ്കിൽ ഇവർ രണ്ടുപേരും മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടുന്ന സത്യവാങ്മൂലത്തിൽ കൊടുക്കേണ്ടതാണ് ഈ പണത്തിൻ്റെ അക്കൗണ്ട്. രണ്ടാളും കൊടുത്തില്ല. അപ്പോൾ ഇനി എവിടെയാണ് ഈ പണം പോയത്? അപ്പോൾ ഞങ്ങൾ പിരിച്ച പണമാണെന്നാണ് പറഞ്ഞത്. ജനങ്ങളോട് പിരിച്ച പണമല്ലേ? രാഹുൽ ഗാന്ധിയുടെ ഒരു മാസത്തെ ശമ്പളം ഉൾപ്പെടെ അവർ പിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പിരിച്ച പണം എവിടെയാണ് കൊണ്ടുപോയത്? നിങ്ങളാകെ 3 ഏക്കർ സ്ഥലം വാങ്ങി അങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ പോലും മേപ്പാടിയിലെ പഞ്ചായത്തിൻ്റെ കയ്യിൽ കൊടുത്തില്ല എന്ന് അവർ തന്നെ പറഞ്ഞു. UDFൻ്റെ പഞ്ചായത്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തല്ല. അവിടെ തറക്കല്ലിട്ടത് രാഹുൽ ഗാന്ധിയാണ്. ആ തറക്കല്ലിട്ട രാഹുൽ ഗാന്ധി അതിനുശേഷം ഇവിടെ ഈ രീതിയിൽ ശക്തിയായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ VD സതീശൻ എല്ലാ കളവ് പറയുന്നത് പോലെ, നുണ പറയുന്നത് പോലെ വീണ്ടും പറഞ്ഞു, നിങ്ങൾ പോയി നോക്ക്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? ഈ പുനരധിവാസത്തിന് വേണ്ടി അവരെടുത്ത 3 ഏക്കർ സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോയി നോക്ക്. ഞാൻ രാവിലെ കാണുന്നത് റിപ്പോർട്ടർ TV ചാനൽ എവിടെ പോയി ആ സ്ഥലം മുഴുവൻ കാണിക്കുക. അവിടെ രാഹുൽ ഗാന്ധി വെച്ച കല്ല് തന്നെ കാണുന്നില്ല, അതിൻ്റെ മേലെ ഒരു കല്ല് വേറെ വെച്ചിട്ടുമില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോയി നോക്കിക്കോ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പറഞ്ഞത് പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല, ഇപ്പോൾ അത് മാറ്റി പണി പൂർത്തിയാക്കിയാൽ ഞാൻ കണക്ക് പറയുന്നതാണ്. അത് ഏത് നൂറ്റാണ്ടിലാണ് എന്ന് മാത്രമേ അറിയേണ്ടിയുള്ളൂ. എപ്പോഴും പണി പൂർത്തിയാക്കുന്നതിനെ പറ്റിയ പണി പൂർത്തിയാക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കണക്ക് പറയുന്നതാണ്. പണി പൂർത്തിയായാലല്ലേ കണക്ക് പറയുന്നു. പണി പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെ നിന്ന് ഈ പണം എവിടെ കൊണ്ടുപോയി, ആ പണം എവിടെ നിക്ഷേപിച്ചു, എപ്പോഴാണ് നിങ്ങൾ പണി തുടങ്ങാൻ പോകുന്നത്? 6 മാസം കഴിഞ്ഞാലും പണി തുടങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഒരു വർക്ക് നടത്തിയിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, ടൗൺ പ്ലാനിങ്ങിനോട് സമ്മതം വാങ്ങിയിട്ടില്ല, ഒരു കാര്യവും ചെയ്യാതെ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായി നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രചരണം ഉണ്ടല്ലോ. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ഒന്നും നടക്കാത്ത കാര്യം നടന്നു എന്ന് വരുത്താനും നടത്തും എന്ന് പറയാനും വേണ്ടി മാത്രമേ ഉദ്ദേശിക്കുന്നു.